വേണു ചേട്ടൻ, അതല്ലെങ്കിൽ വേണു ബാലകൃഷ്ണൻ, അദ്ദേഹം കേരളത്തിലെ ഒരു പ്രമുഖനായ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനാണ്, വാർത്താ അവതാരകനാണ്. അദ്ദേഹം മാതൃഭൂമിയിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആങ്കറായിരുന്നു. അവിടെ നിന്ന് 24 വരുന്നു, കുറച്ചാൾ 24 നിന്ന് അതിനുശേഷം തിരിച്ച് ഇപ്പോൾ വന്ന് പെട്ടിരിക്കുന്നത് മീഡിയ 1 ചാനലിലാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ റിപ്പോർട്ടർ TV-യിലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ. അപ്പം വേണുവേട്ടൻ നമ്മളൊക്കെ വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന അടുപ്പുകൂട്ടി ചർച്ചയിൽ വന്നിരിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസ്, മീഡിയ 1 ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ ഇരിക്കുകയാണ്, ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് ആ ഒരു ഇതിൽ ഇരുന്നിട്ട് ആള് ഫിറ്റ് ആവുന്നില്ല, ഒരു ആത്മവിശ്വാസക്കുറവ്. ഞാൻ ഇവിടെയുള്ള ആളാണോ എന്നൊരു ആത്മവിശ്വാസം. വളരെ ഞാൻ ബഹുമാനത്തോടു കൂടിയാണ് പറയുന്ന, ഒരു ഹാസ്യമായിട്ട് എടുത്താൽ മതി ഇദ്ദേഹത്തിന്. കാരണം ദാവൂദൊക്കെ ഇരുന്ന സീറ്റാണ്. ദാവൂദും ഒരു മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകളെ ചിലപ്പോൾ യോജിക്കാണ്ടിരിക്കാം, പക്ഷെ ഞാൻ എപ്പോഴും ഈ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. പിന്നെ അജിൻസ് ഇരിക്കണ്, നൗഫൽ ഇരിക്കണ്. അപ്പൊ ഈ വേണുചേട്ടൻ ഇവിടെ വന്ന് പെട്ടെന്ന് ഈ ഒരു സ്ക്രീനിൽ ഫിറ്റ് ആവണ്ടേ? ഇതിനെങ്ങനെ ഇദ്ദേഹം ഫിറ്റ് ആവുക? കാരണം ഇദ്ദേഹം വളരെ മറ്റു വിഷയങ്ങൾ പലമാതിരി, പ്രത്യേകിച്ച് മാതൃഭൂമിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് കൈകാര്യം ചെയ്തിരുന്ന വിഷയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം വന്നിരുന്ന് പറയേണ്ടത്, കാരണം ഓരോ ചാനലിനും അതിൻ്റെതായ രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. എന്നാൽ ഈ വേണു ബാലകൃഷ്ണൻ ഈ പ്രമോദ് രാമന്റെ മീഡിയ 1 അടുപ്പുകൂട്ടി ചർച്ചയിൽ എങ്ങനെയാണ് ഫിറ്റ് ആകുക എന്നുള്ളതാണ് വളരെ തമാശയുള്ള ഒരു വിഷയം. ഇനി അവരുടെ ആദ്യത്തെ ചർച്ചയിലേക്ക് കടക്കാം. ഞാൻ ആദ്യമായി കണ്ട ചർച്ചയാണ് സൗത്ത് കൊറിയയിൽ ഒരു അടിയന്തരാവസ്ഥ. അവിടുത്തെ പ്രസിഡന്റ്, കാരണം സൗത്ത് കൊറിയ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാന ഡെമോക്രസി, ജനാധിപത്യം വളരെ നല്ല ആഴത്തിൽ വേരൂന്നിയ ഒരു മണ്ണാണ്. അത് നോർത്ത് കൊറിയ ആയിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ഒപ്പം തന്നെ ഇപ്പൊ ആ ഒരു ബെൽറ്റില് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ജപ്പാൻ ആയാലും സൗത്ത് കൊറിയ ആണെങ്കിലും തായ്വാൻ ആണെങ്കിലും ചൈനയുടെ അതിപ്രസരം ഉണ്ടെങ്കിലും അവിടെയൊക്കെ ജനാധിപത്യം ശക്തമാണ്. എന്നിരുന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഒരു അടിയന്തരാവസ്ഥ വരികയും പാർലമെന്റ് അതിനെ ഇതാക്കി, അത് തരണം ചെയ്തു സൗത്ത് കൊറിയ. അപ്പൊ വേണു ബാലകൃഷ്ണനും അജിൻസും നൗഫലും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന വിഷയം, ഇന്ത്യയില് മോഡിക്ക് സൗത്ത് കൊറിയ പോലെയുള്ള ഒരു സാഹചര്യം വരുമോ എന്നാണ്. അവർക്ക് ഇതിനെ കണക്ട് ചെയ്യണം. സൗത്ത് കൊറിയ ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ ഇതാണ്. ഒരു അട്ടിമറിയൊന്നും അവിടെ നടക്കില്ല. ഒരു പട്ടാളം വന്നിട്ട് ഒരു ദിവസം പാകിസ്ഥാനോ അല്ലെങ്കിൽ മറ്റ് ഇവിടെ വന്ന് ഗാസയിലും ഗീസയിലൊക്കെ നടക്കുന്ന, സിറിയയിലും ലെബനനിലൊക്കെ നടക്കുന്ന പോലെ, ഇറാഖിൽ നടക്കുന്ന പോലെയൊന്നും സൗത്ത് കൊറിയയിൽ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങളും അസ്വാരസ്യങ്ങളും ഉണ്ടാകും. അതിന് നിങ്ങൾ എത്ര ധൈര്യത്തോടെയാണ് നിങ്ങൾ ഈ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിരുന്ന് അത് മോഡിയോട് സങ്കല്പിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അതും വേണു ബാലകൃഷ്ണനെ പോലെയുള്ള വ്യക്തിക്ക് എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടി. ഇന്ത്യൻ ജനാധിപത്യം വൈബ്രന്റ് ആണ്, വളരെ ശക്തിയുണ്ട് അടിത്തറ. അതിൽ ചെറിയൊരു ന്യൂനപക്ഷ മതത്തിന്റെ പേരിലൊക്കെ കിടന്ന് അടി ഉണ്ടാക്കുന്നതല്ലാതെ ഇന്ത്യൻ ഡെമോക്രസിയിലൊന്നും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഉള്ള പ്രശ്നം അത് സൗത്ത് കൊറിയയിലും നടക്കില്ല, ഇന്ത്യയിലും നടക്കില്ല. ജനാധിപത്യത്തിൽ നിന്ന് അട്ടിമറിക്കുന്ന കാലഘട്ടമൊക്കെ മാറി മറ്റു രാജ്യങ്ങൾ ജനാധിപത്യം അല്ലാത്തത് ജനാധിപത്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിന് ഉദാഹരണമാണ് നമ്മുടെ കുറെ അധികം മലയാളി സഹോദരങ്ങൾ ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങൾ. മുൻകാലഘട്ടങ്ങളിൽ അവരുടെ ധാർഷ്ട്യവും മതവും പണവും എണ്ണപ്പണമൊക്കെ കാണിച്ചിരുന്നെങ്കിലും അവര് പോലും ഇങ്ങോട്ട് പയ്യെ ജനാധിപത്യമായാൽ കൊള്ളാമെന്നുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പോലെ രാജ്യത്തെ ജനാധിപത്യം അട്ടിമറിച്ച് അവിടെ ഒരു അടിയന്തരാവസ്ഥ വരുമെന്ന് നിങ്ങൾക്ക് മോഹിക്കാം. അത് മീഡിയ 1 ചാനലിന്റെയും പ്രമോദ് രാമന്റെയും ദാവൂദിന്റെയും അജിൻസിന്റെയും ഒക്കെ മോഹം മാത്രമാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ ന്യൂനപക്ഷമാണ്. നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരു പക്ഷേ എവിടേക്ക് എത്തിച്ചേരും. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഉള്ളത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് അതിലേക്ക് എങ്ങനെയാണ് വേണു ബാലകൃഷ്ണൻ ഫിറ്റ് ആകുന്നത്. ആ ഒരു ഔട്ട് ഓഫ് ഫോക്കസ് പ്രോഗ്രാമിൽ വേണുവേട്ട നിങ്ങൾ അവിടെ
ഫിറ്റ് ആകുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് 24 ഇന്ന് നിങ്ങൾ അടിപിടി ഉണ്ടാക്കി, എന്തുകൊണ്ടാണ് മാതൃഭൂമി, ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ വിളമ്പുന്നില്ല. പക്ഷെ മാതൃഭൂമി ഇന്ന് പുറത്തു വരുന്നു, 24 വരുന്നു. പക്ഷേ വേണുവേട്ടാ, എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ, താങ്കൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരുന്നു ഇതിലും ഭേദം. ചിലപ്പോ തുടക്കത്തിൽ ഇത്തിരി കുറവുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീകണ്ഠൻ നായരായിട്ട് തെറ്റിപ്പിരിഞ്ഞതെന്നോ അതോ തെറ്റിപ്പിരിയാതെ തന്നെ അവിടെ നിന്ന് വിട്ടതെന്നോ. കാരണം 24 ഒരു നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. അവിടെ നിന്നും ഇത്രം അധപതിക്കാനായിട്ടുള്ള സാഹചര്യം എന്തുകൊണ്ട് ഉണ്ടായി എന്ന് വേണു ബാലകൃഷ്ണൻ, താങ്കൾക്ക് അല്ലെങ്കിൽ വേറെ ഇഷ്ടംപോലെ ചാനലുകൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ഒരു ഗതിയിലേക്ക് അധപതിച്ചത് എന്ന് ശ്രീമാൻ വേണു ബാലകൃഷ്ണൻ വിവരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ചർച്ചയിൽ തന്നെ നിങ്ങൾ ചർച്ച ചെയ്യാണ് ആസാമില് ഹേമന്ത് ബിശ്വ ശർമ്മ ബീഫിന്റെ നിരോധനമായിട്ട് ബന്ധപ്പെട്ട്. ഈ ചർച്ചയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറകളുമായിട്ട് ആലുവ പെരുമ്പാവൂർ ഭാഗത്ത് പോർക്ക് വിൽപ്പനയെ പറ്റി ഒന്ന് പറയാൻ പറ്റും? അവിടെയുള്ള അതിപ്രസരവും അവിടെ മുസ്ലിം സമുദായം അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇന്ന് ചില പോക്കറ്റുകളിൽ സംഘടിതമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ആലുവ പെരുമ്പാവൂർ പോർക്ക് കച്ചവടം പ്രതിസന്ധിയിലാണ്. പോർക്ക് മുസ്ലിം സമുദായത്തിനെ ഇതിനു വേണ്ടിയിട്ട് അവിടെ ഗുണ്ടായിസം ഉണ്ടല്ലോ. കാരണം നിങ്ങൾക്ക് ന്യൂനപക്ഷ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടായിസം കാണിച്ച് ഒരു കച്ചവടമൊക്കെ പൊളിക്കാനും തകർക്കാനും ഒക്കെ നിങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. ഇതുപോലെയുള്ള പോക്കറ്റുകളെ പറ്റി ഈരാറ്റുപേട്ട ഇങ്ങനെ പോക്കറ്റുകളുണ്ട്. അവിടെ തീയിട്ട് കത്തിച്ച് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്ന് വേണുവേട്ടന് ഇവരോട് പറഞ്ഞ് ഈ മീഡിയ വണ്ണിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ പറ്റുമോ? ആലുവയിൽ ആലുവയിൽ നിന്ന് ഞാൻ കേട്ടതാണ്, ആലുവയിൽ നിന്നും പെരുമ്പാവൂർ മേഖലയിൽ വളരെ അതിശോചനീയ അവസ്ഥയിലേക്കാണ് മതേതരത്വവും ജനാധിപത്യവും അവിടുത്തെ കാര്യങ്ങളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പോർക്ക് കച്ചവടം സാധിക്കുന്നില്ല. നിങ്ങൾ ആസാമിൽ നിങ്ങളുടെ കണ്ണിൽ ഇത്ര വലിയ മരക്കഷ്ണം ഇരിക്കുന്നുണ്ട്. ഇവിടെ ആലുവ മാർക്കറ്റ്, ആലുവ പെരുമ്പാവൂര് പ്രദേശം, ഇതിരിക്കുമ്പോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആസാമിലെ ഹിമന്ത് ബിശ്വ ശർമ്മയെ പറ്റി സംസാരിക്കുന്നത്? അത് വളരെ ദൂരെയുള്ള ഒരു സ്ഥലമല്ലേ. നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കൂ, ആലുവയിലും പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ വന്നിട്ട് സംസാരിക്കൂ. പന്നി മാംസം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ പോഷകാഹാരമാണ്, എല്ലാ വാക്സിനിലും ഉണ്ട്. ആ വാക്സിൻസ് ഈവൻ പശുവിനും മൂരിക്കും പോത്തിനും ഒക്കെ അടിച്ചു കയറ്റുന്നുണ്ട്. കുളമ്പ് രോഗത്തിന് ആടിനും കൊടുക്കുന്നുണ്ട്, കോഴിക്കും. അപ്പൊ ഈ പന്നി നിങ്ങളുടെ വിശ്വാസ പ്രമാണമാണെങ്കിൽ നിങ്ങൾക്ക് പോത്ത്, മൂരി, പശു, ആട്, കോഴി ഒന്നും തിന്നാൻ പറ്റില്ല. കാരണം വാക്സിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞത് പോർക്കിൽ നിന്നാണ് അത് വരുന്നത്. ഒരുവിധം എല്ലാ വാക്സിനിലും ഇതാണ് ഘടകം. ഇത് നിങ്ങളോട് നിങ്ങളുടെ മതമേലധ്യക്ഷന്മാർ ഒരുപക്ഷെ പറയാതിരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതൊന്നും ഭക്ഷിക്കാനുള്ള അവകാശമില്ല. കാരണം പോർക്കാണ് അതിന്റെ അംശം. പന്നി മാംസത്തിൽ നിന്ന് വരുന്ന അതിന്റെ ഭാഗങ്ങളാണ് ഇതിന്റെ അംശം. ഒരു കാലഘട്ടത്തിൽ ഇത് പുറത്ത് പറഞ്ഞ് കേരളത്തിൽ തന്നെ ഒരു വിവാദം ഉണ്ടായിരുന്നു പോളിയോ വാക്സിനായിട്ട് ബന്ധപ്പെട്ടിട്ട്. അവസാനം കാരണം നിങ്ങളൊക്കെ വഴിയിൽ ചത്തുവീഴും വാക്സിൻസ് അടിച്ചില്ലെങ്കിൽ. അത് ഇത് മാറി. അപ്പൊ നിങ്ങൾ ആലുവയിലും പെരുമ്പാവൂരുമുള്ള പന്നിമാംസ കച്ചവടത്തിനെ കുറ്റി പറഞ്ഞിട്ട് പോരെ ആസാമിലെ ജനങ്ങള് ഹേമന്ത് ബിശ്വ ശർമ്മയുടെ അദ്ദേഹത്തിന് വോട്ട് ചെയ്താ ജയിപ്പിച്ചത്. ജനങ്ങള് വോട്ട് ചെയ്താ ജയിപ്പിച്ചത്. അദ്ദേഹം രാഹുൽ ഗാന്ധിനെ കാണാൻ പോയിപ്പോ രാഹുൽ ഗാന്ധി പട്ടീനെ തലോടി പട്ടിയുടെ വില കണപ്പിച്ചില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്ന് ജയിച്ചത്. എവിടെ? ആസാമിൽ. ഹേമന്ത് ബിശ്വ ശർമ്മ. ഇന്ന് യോഗി ആദിത്യനാഥ് വേണോ ഹേമന്ത് ബിശ്വ ശർമ്മ വേണോ ഇവിടേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പൊ അദ്ദേഹം, നിങ്ങൾക്ക് പറയാം, ഇടയ്ക്ക് നിങ്ങൾ തോൽക്കുന്ന സമയത്ത് പറയും ഇതിന്റെ വോട്ടിംഗ് മെഷീന്റെ ഇതൊക്കെ പറയാം. പക്ഷെ അദ്ദേഹം ജനാധിപത്യത്തിൽ ജയിച്ചതാണ്. നിങ്ങൾ ഇവിടെയുള്ള ആലുവയിലും പെരുമ്പാവൂരുള്ള പോർക്ക് കച്ചവടത്തെ പറ്റി പറയൂ. അപ്പൊ വീണ്ടും ഞാൻ പറയാണ്, വേണു ബാലകൃഷ്ണേട്ടൻ അവിടെ ഫിറ്റാകില്ല. നിങ്ങൾക്ക് സത്യം പറയണമെങ്കിൽ നിങ്ങളൊരു യൂട്യൂബർ എങ്കിലും അതല്ല താങ്കളുടെ ലെവല്. യൂട്യൂബൊക്കെ ഞങ്ങളെ പോലെയുള്ള ചെറിയ ആൾക്കാർക്കുള്ളതാണ്. പക്ഷെ ആ ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരം നിലവാരത്തിലേക്ക് താഴാൻ താങ്കൾക്ക് എങ്ങനെ സാധിച്ചു? അവിടെ പ്രമോദ് രാമനെ കൊണ്ടു നിർത്തിയിട്ടുണ്ട് അവിടുത്തെ ഹെഡായിട്ട്. അയാൾക്ക് നല്ല ശമ്പളമൊക്കെ ഉണ്ടാവും. അപ്പൊ അദ്ദേഹം നോക്കിയപ്പോ നിങ്ങൾ എന്തുകൊണ്ടെങ്കിലും ഇരുന്ന് പറഞ്ഞാണ്ട് കൂട്ടി ചർച്ചയിൽ ഞാനിത് കേൾക്കുന്നില്ല. പണ്ട് ദാവൂദൊക്കെ പറയുന്ന കാര്യങ്ങളുടെ ലെവലിലേക്ക് താങ്കൾക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കുന്നു? അവരെന്തെങ്കിലും ഇത് വിജയിക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അവർ പറയുന്ന കാര്യങ്ങൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ വേണുവേട്ടൻ ഇതിനെപ്പറ്റി കാര്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്.